Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. കഴിഞ്ഞ എപ്പിസോഡിൽ വിവാഹത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് വിവാഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂദാശയായി, ഒരു പ്രോട്ടോടൈപ്പായി തീർന്നിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. വളരെയധികം ചർച്ചകളുണ്ടായി. അതിനുശേഷം എൻ്റെ ക്ലാസ് റൂമിൽ ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഈ എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇന്ന് നമ്മുടെ ചുറ്റും വളരെയധികം വേദനിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. വിവാഹം കഴിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങേയറ്റം ദുഃഖിച്ച് വേദനിച്ച് വളരെയധികം നിരാശപ്പെട്ട് കഴിയുന്ന അനേക കുടുംബങ്ങളുണ്ട്. ഇവരെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ വലിയ രഹസ്യം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയിലൂടെ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയാണ് തിയോളജി ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠയായ വക്താവ്. അമ്മയില്ലാതെ നമുക്ക് തിയോളജി ഓഫ് ദ ബോഡിയെക്കുറിച്ച് സംസാരിക്കാനോ ചിന്തിക്കാനോ സാധിക്കുകയില്ല. നമുക്കതുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ എപ്പിസോഡിൽ നമ്മൾ ആരംഭത്തിൽ ഈ ചോദ്യങ്ങൾ ചിലത് നമ്മൾ ഉത്തരം കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ക്ലാസ് തുടരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇന്ന് ആദ്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കേട്ടതിൻ്റെ ഭാഗമായിട്ട്? സർ, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ എല്ലാവരും കൗതാശികരമായിട്ടല്ല കല്യാണം കഴിക്കുന്നത്. അവരുടെ കൂടെ ആരാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ കൂടെ പഠിക്കുന്നവർ, അയാളുമായിട്ട് കംഫർട്ടാണെങ്കിൽ അവരായിരിക്കും അവരുടെ ലൈഫ് പാർട്ട്ണർ. പക്ഷേ ഈ രീതിയെ നമ്മുടെ പാരൻസ് ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കാണെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ സഭയുടെ നിയമങ്ങളും കുടുംബത്തിൻ്റെ വിശ്വാസവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു? അപ്പോൾ സാൻഡ്ര, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ എല്ലാ പേരൻസും അതുപോലെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുവെന്ന് പറയുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പല പേരൻസും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളുമായിട്ട് പരിചയപ്പെട്ടു. അപ്പം നമ്മൾ ഒരുപാട് ആളുകളെ നമ്മുടെ ജീവിതത്തിൽ പരിചയപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടിരിക്കുമ്പോൾ സ്കൂൾ മുതൽ. അപ്പോൾ ചില കേസുകൾ ഈ സെമിനാറിൻ്റെയൊക്കെ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഞങ്ങൾ 7ാം ക്ലാസ്സിൽ മുതൽ 8ാം ക്ലാസ് മുതൽ ഞങ്ങൾ കൂട്ടുകാരാണ്. അപ്പം ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം. പക്ഷേ എൻ്റെ കൂട്ടുകാരനല്ലേ കൂട്ടുകാരി വേറൊരു സമുദായത്തിലെ ആളാണ്, എന്നാ ചെയ്യാൻ പറ്റുക? പക്ഷേ ഞങ്ങൾ വിവാഹത്തെക്കുറിച്ച്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറൊരാളെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കത്തോലിക്ക സഭയിൽ തന്നെ ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, വിവാഹമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയുള്ള ഇമ്മച്യൂർ ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വിവാഹത്തെക്കുറിച്ചൊരു പൂർണ്ണമായ ബോധ്യം കിട്ടി ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ചെറുപ്പക്കാരുണ്ട്, നിങ്ങൾക്ക് പറ്റുമോ? നമ്മൾ വികാരപരമായിട്ടൊരു തീരുമാനം എടുക്കാം.
കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അട്രാക്ഷൻ പവറുണ്ട്. അത് നാച്ചുറലാണ്. ഒരാണിന് പെണ്ണിനെ കാണുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ യൗവനം, ആ സമയത്ത് പെട്ടെന്ന് വികാരപരമായ ഒരു ബന്ധം നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ തോന്നുന്നവരെ എല്ലാം നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഓഫീസിൽ 10 പേരുണ്ട്, 10 പേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഈ 10 പേരെയും വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അത് കഴിയുമ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി അവിടെയും കുറേ ആളുകളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അതെൻ്റെ ഈ നേച്ചറിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരാളോട് കൂടുതൽ അടുപ്പം, അത് പല കാരണങ്ങളാൽ അടുപ്പം കാണിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ആൾ തന്നെയാണ് എൻ്റെ ഫ്യൂച്ചർ വിവാഹത്തിൻ്റെ പാർട്ണർ എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധാപൂർവം വേണം എന്നൊരു വാണിംഗ് ഞാൻ അവിടെ പറയുകയാണ്. ഒന്നത്. 2, ഒരു രീതിയിൽ പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കൊരു പ്രായം കഴിയുമ്പോൾ വിവാഹം കഴിക്കണം. അപ്പം നമ്മുടെ ജീവിത പങ്കാളി ആരാണ് എന്ന് നമുക്കറിയത്തില്ല. അപ്പം ഞാൻ യൂത്തിനോട് ഞാൻ പറയുന്ന ഒരു ഉപദേശം ഇതാണ്: നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അതായത് സ്വർഗീയ രഹസ്യങ്ങൾ പോലും അറിയുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ എനിക്കറിയത്തില്ല എൻ്റെ ജീവിത പങ്കാളി എവിടെയാണെന്ന്. ഞാൻ യുവജനങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ വിവാഹത്തിൻ്റെ ആ സമയം ഓടി നടന്ന് നിങ്ങൾ ഒരുപക്ഷേ പലരും ചോദിക്കും, പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതാണോ? ഞാൻ ആ ടേമിലല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അത് ദൈവമേ നീ എവിടെയാണ്, നീ എനിക്കത് അതിൻ്റെ റൈറ്റ് ടൈമിൽ കാണിച്ചു തരണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിത പങ്കാളി ആ തക്ക സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. ധാരാളം ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ യുവജനങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പ്രിപ്പറേഷനിൽ പിന്നെ വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് മിക്സ്ഡ് മാരേജിനെ കുറിച്ച് കത്തോലിക്കാ സഭയ്ക്ക് വ്യക്തമായ ചില കാനൻ ലോയിൽ, മതബോധന ഗ്രന്ഥത്തിലും വ്യക്തമായ ചില കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസിൽ തീർച്ചയായിട്ടും സഭ, ഇപ്പോൾ ഒരു വിശ്വാസത്തിൽ ഉള്ള വ്യക്തി, കത്തോലിക്ക വിശ്വാസത്തിലുള്ള വ്യക്തി വേറൊരു വിശ്വാസത്തിലുള്ള വ്യക്തിയെ എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടി വന്നാൽ കഴിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സഭയ്ക്കൊരു കാനൻ നിയമമുണ്ട്, സഭയ്ക്ക് അതിനുള്ള പഠനമുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ വികാരി അച്ഛനെയോ അല്ലെ അതുപോലെ സഭയുമായിട്ട് നിങ്ങളുടെ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട വൈദികരെയോ നിങ്ങൾ കണ്ട് അതിനുള്ള ഉപദേശം തേടണം. അപ്പോൾ അതിനുവേണ്ടി മതബോധന ഗ്രന്ഥത്തിൽ ഞാൻ നിങ്ങൾക്ക് ചില കോട്ട് തരാം. ഞാനിപ്പോൾ അതെല്ലാം ഇവിടെ വായിക്കുന്നില്ല. മതബോധന ഗ്രന്ഥം, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1633, 1634, 1635, 1638 ഈ പാരഗ്രാഫുകളിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മതബോധന ഗ്രന്ഥം 1634, 35, 33, 38 ഇവിടെയെല്ലാം അതിൻ്റേതായ ഒരു പ്രൊസീജിയർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ സഭയ്ക്കൊരു സംവിധാനമുണ്ട്, പക്ഷേ സഭ ഒരു 100% അത് എൻകറേജ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പല പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എനിക്ക് ചില കുടുംബങ്ങളെ അറിയാം, ഇങ്ങനെ വിവാഹിതരായി കുഞ്ഞുങ്ങളൊക്കെ ആയി. പക്ഷേ ആ കുഞ്ഞുങ്ങൾ ഒരു പക്ഷേയെങ്കിൽ നിങ്ങൾ കത്തോലിക്കരാണ്, മറ്റേ ഒന്നീ മാതാവല്ലേ പിതാവ് വേറൊരു സമുദായത്തിലുള്ളതാണ്, ഈ കുഞ്ഞ് ഏത് മതം സ്വീകരിക്കും? ഇതൊരു ചോദ്യചിഹ്നമാണ്. നമ്മളൊരു അടുത്ത് വരുന്ന ഒരു ജനറേഷന് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ വളർത്തും? അപ്പോൾ അതിനാണ് സഭ ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ദൈവിക വിശ്വാസത്തിൽ, കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൽ നിങ്ങൾ വളർത്തും എന്നുള്ള ചില എഗ്രിമെൻ്റ്, ചില കണ്ടീഷൻസ്, കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിനൊരു പ്രോസസ്സുണ്ട്. ആ രീതിയിൽ കത്തോലിക്കാ സഭ അത് അനുവദിക്കുന്നുണ്ട്, അതിൻ്റെ നിയമം അനുസരിച്ച്, കാനൻ നിയമം അനുസരിച്ചിട്ട്. ക്ലിയറായോ അത്? അപ്പോൾ അത് നമ്മൾ
എൻകറേജ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാകുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വികാരിയച്ഛനോടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അടുത്ത വൈദികരോടോ സഭയുടെ നിയമങ്ങളെക്കുറിച്ച് സംസാരിച്ച് അവരെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് അടുത്ത ചോദ്യം? പലപ്പോഴും കാണുന്ന ഒരു കാര്യം, ഇപ്പം ഒരാൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി തളർന്ന് പോയി, അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു വ്യക്തികളുമായിട്ട് ചിലർ വിവാഹത്തിൽ ഏർപ്പെടുന്നു. അപ്പം നമ്മൾ ശാരീരികമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് വിവാഹം കഴിക്കുന്നതിനോടുള്ള സഭയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു തരുമോ? നമ്മുടെ ഈ ക്ലാസ് തുടരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ക്വസ്റ്റ്യൻ അതിന് ഹോൾഡ് ചെയ്യുകയാണ്. നമ്മുടെ ഒരു 2-3 പോയിൻ്റോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യും. വിവാഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ എന്താണ് വിവാഹം എന്ന കൂദാശ? ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ടതാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത, ഈ സാക്രമെൻ്റൽ മാരേജ്, ഇത് മതബോധന ഗ്രന്ഥം 1661 കൗൺസിൽ ഓഫ് ട്രെൻറ്റ് അതിൻ്റെ ഡോക്യുമെൻറ്റിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ കൂദാശയിലുള്ള ജീവിതം, സാൻഡ്ര ചോദിച്ചല്ലോ, നമ്മൾ ആ തരത്തിലുള്ള വിവാഹവും നമ്മുടെ വിവാഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇവിടെ നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇങ്ങനെ കൂദാശയുടെ കൃപാവരം ദമ്പതികളുടെ മാനുഷിക സ്നേഹത്തെ പൂർണ്ണമാക്കുന്നു. അവർ തമ്മിലുള്ള ആ ഐക്യത്തെ കൂടുതൽ ആഴപ്പെടുത്തുന്നു. അങ്ങനെ നിത്യജീവിതത്തിലേക്കുള്ള അവരുടെ ഈ യാത്രയിൽ ഈ വിവാഹത്തിലൂടെ അവർ കൃപയിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ കുടുംബജീവിതത്തിലൂടെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിലെത്താൻ എളുപ്പമാണ്. അപ്പോൾ ഒരിക്കൽ ഞാനിത് പറഞ്ഞപ്പോഴേ ഒരാൾ പറഞ്ഞു, വളരെ ശരിയാ, കാര്യം എന്താ? കർത്താവ് പറഞ്ഞു നിൻ്റെ കുരിശും എടുത്തുകൊണ്ട് നീ എന്നെ അനുദിനം അനുഗമിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരിയാ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഞാൻ 24 വർഷമായി എൻ്റെ കുരിശ്, വലിയ കുരിശാ, എന്നാലും ഞാൻ എടുത്തുകൊണ്ട് എന്നും ദൈവത്തെ അനുഗമിക്കുന്നുണ്ട്, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഏത് കുരിശിനെക്കുറിച്ചാണ് പറഞ്ഞേ? ഭാര്യയെ കുരിശായി കണ്ടുകൊണ്ട് ഭാര്യയെക്കുറിച്ചുള്ള വർണ്ണനയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്, ഇതൊരു ചാനൽ ഓഫ് ഗ്രേസ് ആണ്. നമുക്ക് ഈ വിവാഹം ഒരു കൃപ നമ്മളിലേക്ക് ഒഴുകുന്നതിനുള്ള ഒരു ചാനലാണ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ നമ്മൾ വെട്ടിമുറിക്കുകയോ അതിനെ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്താൽ കൃപ അവിടേക്ക് ഒഴുകുകയില്ല. അപ്പോൾ ഇന്ന് കുടുംബങ്ങളിൽ കാണുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അവിടെ കൃപ ഇല്ലാത്തതാണ്. ഈ കൃപ എങ്ങനെയാണ് ലഭിക്കുന്നത്? ഈ ചാനൽ, ഈ ബ്ലോക്കുകളൊക്കെ മാറ്റണം. അതൊരു പക്ഷേ മദ്യപാനത്തിൻ്റെ ആകാം, ദുരാസക്തിയുടെ ആകാം, അല്ലെങ്കിൽ ലൈംഗിക ആസക്തികളുടേതാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആസക്തികളെ, നമ്മൾ ആസക്തികളെക്കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിക്കുമ്പം കൂടുതൽ ക്ലിയറായിട്ട് നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചാനൽ ഓഫ് ഗ്രേസ്, അതിന് ബ്ലോക്ക് വരുമ്പോഴാണ് കുടുംബജീവിതം തകർന്നു പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് സഹായകരമായിട്ടാണ് കൂദാശകൾ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് വീഴ്ചകളുണ്ടാകും, ബ്ലോക്സ് ഉണ്ടാകും എന്ന് ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം. നമ്മൾ കുറവുകളുള്ളവരാണ്. അവിടെയാണ് ഈ കൂദാശകളുടെ വലിയ പരികർമ്മവും അതിൻ്റെ കാരണം. കൂദാശകൾ കൃപ ഒഴുകുവാനുള്ള ഒരു ചാനലാണ് കൂദാശകൾ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വിവാഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നമ്മൾ ചിന്തിക്കാനുള്ളത്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ സാക്രമെൻ്റൽ മാരേജ് നമ്മുടെ പള്ളികളിലൊക്കെ നിങ്ങൾ വിവാഹം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുണ്ട്, വിവാഹം കഴിച്ചവരുണ്ട്. അപ്പോൾ എപ്പോഴാണ് വിവാഹം അതിൻ്റെ സാക്രമെൻറ്റാലിറ്റി 100% സീല് ചെയ്യപ്പെടുന്നത്? നമ്മുടെ ഒരു ക്രിസ്തീയ വിവാഹത്തിൽ, ഒരു സാക്രമെൻ്റൽ മാരേജിൽ നിങ്ങളൊരു വിവാഹം അറ്റൻഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വിവാഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവർ ഒരുമിച്ച് വരുന്നു. ഏത് സമയത്താണ് ഇതിൻ്റെ സാക്രമെൻറ്റാലിറ്റി സീല് ചെയ്യപ്പെടുന്നത്? വിവാഹത്തിൻ്റെ വൈദികൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആശീർവദിക്കുമ്പോൾ, വൈദികൻ ആശീർവദിക്കുമ്പോൾ, താലി കെട്ടുമ്പോഴും, ആശീർവദിച്ച് താലി കെട്ടും, മന്ത്രോടി ഇടുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ ബൈബിളെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മരണം വരെ കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പ് കൊടുക്കും. ഓക്കെ, മരണം വരെ ഉറപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ. എന്നാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കാം. നമുക്ക് പരസ്പരം അവർ നൽകുന്ന വിവാഹ വാഗ്ദാനം
വിവാഹത്തിൻ്റെ അടയാളം മാത്രമാണ്. ദാമ്പത്യധർമ്മം അനുഷ്ഠിക്കാതെ വിവാഹം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതുപോലെ വാസ്തവത്തിൽ ഞാൻ നിന്നെ ഭർത്താവായി ഭാര്യയായി സ്വീകരിക്കുന്നു എന്ന വാക്കുകൾ ദാമ്പത്യ സംയോഗത്തിലൂടെ, സെക്ഷൽ യൂണിയനിലൂടെ മാത്രമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 103-ാമത്തെ കാറ്റഗീസസിൽ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ എപ്പോഴാണ് ശരിക്കും ഒരു വിവാഹം സാക്രമെൻ്റലി സീൽ ചെയ്യപ്പെടുന്നത്? ദാമ്പത്യധർമ്മം അവർ നിർവഹിക്കുന്ന സമയത്ത്. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല. വിവാഹ വാഗ്ദാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വാഗ്ദാനത്തിൽ എടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ ജീസൺ? ഫ്രീ, ടോട്ടൽ, ഫെയ്ത്ത്ഫുൾ, ഫ്രൂട്ട്ഫുൾ. സ്വതന്ത്രമായി, സമ്പൂർണമായി, ഫലദായകമായി, വിശ്വസ്തയോടെ ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ആ വാഗ്ദാനം ഇവിടെ നമുക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിയോളജി ഓഫ് ദ ബോഡിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന അതൊരു ഇനിഷ്യേഷൻ മാത്രമാണ് വിവാഹത്തിൻ്റെ. അവർ ദാമ്പത്യ ധർമ്മം നടത്തുമ്പോൾ മാത്രമേ അത് പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പ്രവാചക ദൗത്യം, ശരീരത്തിൻ്റെ പ്രവാചക ദൗത്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ദ ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജിലൂടെ ഈ എടുത്ത വാഗ്ദാനം ഫ്ലഷ് ആയി തീരുന്നത് ഈ ദാമ്പത്യ ധർമ്മത്തിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലിരിക്കണം. അപ്പോൾ ടെസിൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്: ശാരീരികമായി ദാമ്പത്യധർമ്മം നിർവഹിക്കുവാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് സഭയുടെ അഭിപ്രായം അനുസരിച്ചിട്ട്, സഭയുടെ പഠനം അനുസരിച്ചിട്ട് ഷണ്ടനായ അല്ലെങ്കിൽ നമുക്ക് സെക്ഷുവൽ ഇൻകപ്പാസിറ്റി ഉള്ള വ്യക്തികളെ അത് സാക്രമെൻ്റൽ മാരേജ് കഴിക്കുവാൻ സഭയുടെ കാനൻ നിയമം അനുവദിക്കുന്നില്ല. കാരണം ഇവരുടെ ദാമ്പത്യധർമ്മം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും വേറൊരു ചോദ്യം ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം: വിവാഹം കഴിഞ്ഞിട്ട് ഇവർ ദാമ്പത്യധർമ്മമൊക്കെ നടത്തി ചിലപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? ഏതെങ്കിലും കാരണത്താൽ അങ്ങനെയായാൽ എന്താണ്? അത് തീർച്ചയായിട്ടും വാലിഡാണ്. അതിനകത്തിൽ യാതൊരു തരത്തിലുള്ള കുറവുകളും ഇല്ല. കാരണം അവർ ഒരു കാര്യവും അവിടെ അവരുടെ കൺട്രോളിലില്ലാത്ത ഒരു കാര്യമാണത് സംഭവിച്ചത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ഈ സെക്ഷൽ യൂണിയൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലും ഇപ്പോൾ വീണ്ടും ഞാനിത് പറയുന്നതിൻ്റെ കാരണം പലപ്പോഴും നമ്മുടെ സെക്യുലർ കൾച്ചർ നമ്മളെ മിസ്ഗൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇതൊരു വെറും ഒരു പ്ലഷറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ല, അതിലുപരി ദാമ്പത്യത്തിലൂടെ നിങ്ങളുടെ സ്ലൈഡിലേക്ക് നിങ്ങളെ വീണ്ടും ഞാൻ ക്ഷണിക്കുകയാണ്. ദാമ്പത്യ സംയോഗത്തിലൂടെയാണ് വിവാഹ വാഗ്ദാന വേളയിൽ ഉച്ചരിക്കുന്ന വാക്കുകൾ മാംസം ധരിക്കുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്വയം ദാനമായി എന്നെ തന്നെ നിനക്ക് പൂർണ്ണമായി, സ്വതന്ത്രമായി, വിശ്വസ്തയോടെ, ഫലദായകമായി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും ഭാര്യാഭർത്താക്കന്മാരുടെ ദാമ്പത്യധർമ്മത്തിലൂടെ അവരുടെ ശരീരത്തിൽ അവർ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഈ ഒരു വിഷൻ നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ ഈ വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിൽ വിവാഹത്തിന് പുറമേയുള്ള ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഒരു ഉത്തരം അവിടെ കിട്ടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ അത്? ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു വിഷ്വൽ കാണാം. പോപ്പ് ഫ്രാൻസിസ് വളരെ ശക്തമായിട്ട് അദ്ദേഹം എഴുതിയ കുടുംബങ്ങളെക്കുറിച്ച് എഴുതിയ ഒരു എൻസൈക്ലിക്കലാണ് സ്നേഹത്തിൻ്റെ ആനന്ദം. അത് പാരഗ്രാഫ് 314 അവിടെ പറയുന്നു, ഇങ്ങനെ വരുമ്പോഴാണ് ഈ കൂട്ടായ്മയിൽ, ഈ വൺ ഫ്ലഷ് യൂണിയനിൽ ദ ഹോളി ട്രിനിറ്റി ഈസ് പ്രസന്റ് ദേർ. പരിശുദ്ധ ത്രിത്വം തന്നെ അവിടെ സന്നിഹിതമാണ്. അതുകൊണ്ടാണ് ഈ കുടുംബത്തിലെ ഐശ്വര്യങ്ങൾ, കാരണം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെയുണ്ട് എന്ന് പോപ്പ് ഫ്രാൻസിസ് പറയുകയാണ്. അപ്പോൾ ഈ പഠനങ്ങൾ എല്ലാ പിതാക്കന്മാരും നമുക്ക് വ്യക്തമായിട്ട്, വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ്. എന്താണ് ഒരാളൊന്ന് വായിക്കാവോ? അത് കൂദാശയാൽ
ഉദാശയാൽ പവിത്രീകരിക്കപ്പെട്ട് സ്നേഹത്തോടെ അനുഷ്ഠിക്കപ്പെടുന്ന ദാമ്പത്യകർമ്മം ദമ്പതികളെ കൃപയിലുള്ള വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുന്നു. ഇത് വിവാഹത്തിന്റെ രഹസ്യമാണ്. ഇത് വിവാഹത്തിന്റെ രഹസ്യമാണ്. ഇതാ പൗലോസ്ലീഹ പറഞ്ഞ വലിയ രഹസ്യം. ഇത് നമ്മളെ അനുദിനം കൃപയിലേക്ക് അടുപ്പിക്കും. കാരണം ഇറ്റ് ഈസ് എ ചാനൽ ഓഫ് ഗ്രേസ്. പരിശുദ്ധ ത്രിത്വം അവിടെ സന്നിഹിതമാണ്. പക്ഷേ ഇന്നത്തെ കൾച്ചർ നമ്മളോട് പറയുന്ന എന്താണ്? ഇവിടെ ദൈവത്തിന് സ്ഥാനമില്ല, ഇതെൻ്റെ പ്രൈവറ്റ് ബെഡ്റൂമാണ്. ഗോഡ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ബെഡ്റൂം. ഇത് ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായ എല്ലാ പരിപൂർണതയും സഭ മാനിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു. അതൊരു മുന്നാസ്വാദനമാണ്. അത് വരാനിരിക്കുന്ന വലിയ ആ എക്സ്റ്റസിയുടെ ഒരു മുന്നാസ്വാദനമാണ്. പക്ഷേ കൾച്ചർ എന്താ പറയുന്നത്? ഗെറ്റ് ഔട്ട് ഓഫ് മൈ ബെഡ്റൂം. കോൺട്രാസെപ്ഷനിലൂടെയും മറ്റ് ഭ്രൂണഹത്യയിലൂടെയും മറ്റുള്ള പോണോഗ്രഫിയിലൂടെയും ഒക്കെ ഇതാ സെക്യുലർ കൾച്ചർ വിളിച്ചു പറയുന്ന ഇതാണ്, ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് കാര്യമാണ്, ദൈവത്തിന് ഇടപെടാൻ്റെ ഒരു കാര്യമില്ല. പക്ഷെ സഭ പറയുന്നു ഇത് പ്രൈവറ്റ് അല്ല, ഇതൊരു വലിയ രഹസ്യമാണ്. ഇവിടെ കൃപ ഒഴുകുകയാണ്. നിങ്ങൾ സ്നേഹത്തിൽ നിങ്ങളെടുത്തിരിക്കുന്ന വിവാഹ വാഗ്ദാനങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ കൃപ ഒഴുകുകയാ. പരിശുദ്ധ ത്രിത്വം അവിടെ സന്നിഹിതമാണ്. വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ്. ഇവിടെ സ്നേഹമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മാരിറ്റൽ ലവിൻ്റെ, സെക്ഷൽ യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പോൾ സ്നേഹം ഇല്ലാതെയുള്ള മാരിറ്റൽ ലവ്, അവിടെയാണ് ഈ സെക്യുലർ കൾച്ചർ നമ്മളെ വഴിതെറ്റിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്നേഹം, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്നേഹം സ്വയം ദാനമായി അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുമ്പോൾ ഇതാ ട്രിനിറ്റേറിയൻ ദൈവത്തിൻ്റെ ആ വലിയ പ്രതിച്ഛായ അവരുടെ ജീവിതത്തിലൂടെ അവർ അതിനെ പ്രതീകമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്നേഹമാണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട അച്ചുതണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എല്ലാ മാരിറ്റൽ ലവിൻ്റെയും സെക്ഷൽ യൂണിയൻ്റെയും പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു അതാകുമ്പോൾ നമ്മളിന്ന് ചുറ്റും കാണുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല. അതാണ് ദ ഇവാഞ്ചലൈസേഷൻ ഓഫ് ദ കൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് TOB അല്ലെ തിയോളജി ഓഫ് ദ ബോഡി കൾച്ചറിനെ ഇവാഞ്ചലൈസ് ചെയ്യുവാൻ കഴിവുള്ളതാണ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനിയും സ്നേഹമില്ലാതെ നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കാം. എന്താണ് സ്നേഹമില്ലാത്ത ലൈംഗിക പ്രവൃത്തി? ഇത് CCCയിലും ഹ്യൂമാനോവിത്ത് മനുഷ്യജീവനെക്കുറിച്ചുള്ള എൻസൈക്ലിക്കലിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെ അഭാവത്തിൽ മനുഷ്യൻ്റെ ലൈംഗികത അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രകടിപ്പിക്കുവാനാവുകയില്ല. സൃഷ്ടാവിനാൽ സ്ഥാപിക്കപ്പെട്ട വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും ഒരു ഹൃദയവും ഒരു ആത്മാവുമായി തീർന്നുകൊണ്ട് തങ്ങളുടെ മാനുഷിക പൂർണ്ണത കൈവരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ഇറ്റ് ഈസ് ഈ കൈൻഡ് ഓഫ് ഒരു നമ്മളെ ഒരു പ്യൂരിഫൈ ചെയ്തൊരു കംപ്ലീഷനിലേക്ക്, നമ്മുടെ നിത്യമായ ഡെസ്റ്റിനിയിലേക്ക് നമ്മളെ എത്തിക്കുവാനുള്ള ഈ വിവാഹത്തിൻ്റെ ശക്തി അതാണ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഈ സ്നേഹമില്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണതയിലല്ല, അത് വെറും ഭാഗ്യമായ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അവിടെ ഇതിൻ്റേതായ ഒരു കൃപയോ അനുഗ്രഹങ്ങളോ ഉണ്ടാവുകയില്ല. അതിനു പകരമായിട്ട് അവിടെ ബ്ലോക്സ് ഉണ്ടാവുകയാണ്. കൃപ വർഷിക്കാതെ ആ കുടുംബവും ആ ജീവിതവും ഒക്കെ അങ്ങനെ ക്രമേണ തകർന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കും. പിശാച് അവിടെയാണ് അവൻ്റെ എല്ലാ ടെക്നിക്കുകളും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ശരീരത്തിനും ലൈംഗികതയ്ക്കും എതിരായി പിശാച് ഇത്രയും അങ്ങോട്ട് പുറപ്പെട്ട് ആ കുടുംബത്തെ തകർക്കുവാൻ അവനറിയാം. ഈ രണ്ട് കാര്യത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ കുടുംബമെന്നുള്ള കോൺസെപ്റ്റ് തന്നെ തകർന്നു പോകും. അതാണ് ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. നമുക്ക് വീണ്ടും നമ്മുടെ സ്ലൈഡ് കാണാം. ഒരു പങ്കാളിയുടെ നിർബന്ധത്തിന് വഴങ്ങിയുള്ള ലൈംഗിക പ്രവൃത്തി, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടിവിടെ പറയുകയാണ്. ഹ്യൂമാനോവിത്തയിലും പറയുന്നു, പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള എൻസൈക്ലിക്കലും പറയുന്നു. എന്താണ്? ഒരാളൊന്ന് വായിക്കാവോ അത്? പങ്കാളിയുടെ അവസ്ഥയോ ന്യായമായ ആഗ്രഹങ്ങളോ പരിഗണിക്കാതെ ദമ്പതികളിൽ ഒരാൾ മറ്റേയാളിൽ അടിച്ചേൽപ്പിക്കുന്ന
ലൈംഗിക ബന്ധം സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രവൃത്തിയല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയായി ഇതിനെ മനസ്സിലാക്കണം. അപ്പോൾ ഇവൻ വിവാഹം കഴിച്ചവർ തന്നെ, അപ്പോൾ പലപ്പോഴും വിവാഹം കഴിച്ചവർക്കൊരു തെറ്റായ ധാരണയുണ്ട്. പുരുഷന്മാർ ചിന്തിക്കും, ഇതുവരെ എൻ്റെ എല്ലാ ലൈംഗിക കാര്യങ്ങളും ഞാൻ കൺട്രോൾ ചെയ്തു, ഇനി ഇതൊന്നും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കൊരു ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, മാരേജ് ഈസ് നോട്ട് എ ലൈസൻസ് ടു എക്സിക്യൂട്ട് ഓർ സാറ്റിസ്ഫൈ ഓൾ യുവർ ലസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്നേഹമില്ലാതെ മറ്റൊരു നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അതൊരു മോറൽ ഡിസോർഡർ തന്നെയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ മോറൽ ഡിസോർഡർ. ധാർമ്മികതയ്ക്കെതിരാണ്. വിവാഹിതനാണെങ്കിൽ പോലും, സ്വന്തം ഭാര്യയാണ്, ഭർത്താവാണെങ്കിൽ പോലും. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ സ്ലൈഡിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുമോ? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിന് ഉത്തരം കൊടുക്കുന്നു. ഭാര്യയുടെ സുസ്ഥിതിക്ക് യാതൊരു പ്രാധാന്യവും നൽകാതെ തൻ്റെ ലൈംഗിക ദാഹം ശമിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാത്രം ഭാര്യയെ കാണുന്ന ഭർത്താവ് ഭാര്യയുമായി യഥാർത്ഥത്തിൽ വ്യഭിചാരം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് രണ്ടുപേരും. അവിടെയാണ് ഈ 4 എലിമെൻറ്റിനെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞത്, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡുകളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പല ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പല എപ്പിസോഡുകളിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇന്നിപ്പം ഇവിടെ ഈ എപ്പിസോഡിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് വിവാഹത്തിൻ്റെ ആ ശ്രേഷ്ഠത, ദാമ്പത്യ ധർമ്മത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ദാമ്പത്യ ധർമ്മത്തിലൂടെ ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയതായ ദാനം, കൃപ, നമ്മുടെ ഹെവൻലി മാരേജിന് എങ്ങനെ നമ്മളെ ഒരുങ്ങി അവിടെ എത്തുവാൻ ഇത് നമ്മളെ സഹായിക്കും തുടങ്ങിയ വലിയ സത്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ വിവാഹമെന്ന് പറയുന്നത് നമ്മുടെ ലെസ്റ്റിൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ ആസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു സംഭവമല്ല. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. അപ്പോൾ ഇത്രയും ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി. ഇനി അടുത്ത ആഴ്ച കാണുന്നത് വരെയും ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. TOBയുടെ അടുത്ത എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് കുടുംബം ഒരു ഗാർഹിക സഭയായി, ഒരു ഡൊമസ്റ്റിക് ചർച്ച് എന്ന് പറയുന്നതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് അതൊരു സ്മോൾ യൂണിറ്റ് ഓഫ് ഹെവൻ എന്ന് പറയുന്നതിൻ്റെ കാരണം, എന്താണ് യഥാർത്ഥമായിട്ടുള്ള കുടുംബജീവിതം, ഇതിനെ ചുറ്റിയുള്ള അനേക ചോദ്യങ്ങളും സത്യങ്ങളുമായി അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. John Paul II's Theology of the Body.